ഇന്നും കാത്തിരിപ്പന്നെ. ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. പിള്ളേരെ കാത്തു നിൽക്കുക. 5:30 കഴിഞ്ഞാൽ ഒരാദിയ. ബാത്റൂമിൽ പോകാൻ മുട്ടുകയാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഇവരെങ്ങോട്ട് കാണാണ്ടാവുമ്പോൾ അടിവായിട്ടിന്നൊരു പിടച്ചില്ല. 2ാം ട്രിപ്പാണ് വിരലുമ്മ എന്ന് പറയും. പക്ഷെ എന്നാലും ഒരു മാതിരത്തൊരു ബാത്റൂമിൽ പോയ മുട്ടിയ കളിയില്ലേ. അതാ ഇന്ന് ഡോറ് തുറന്ന് വെച്ചിട്ട് കോയ വീട്ടിൽ നിന്ന് പോയി. ഇതിപ്പോൾ കോയ വീട്ടിൽ നിന്ന് പോയി എന്നിപ്പോൾ പറയുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പ്രഷൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ അവരെയും കാത്തു നിൽക്കുക. എവിടെ പോയി എന്നറിയില്ല. ഒരു സുഖമുള്ള പരിപാടിയാണ് അല്ലേ. കൊതുകിൻ്റെ കടിയും കൊണ്ട് കാത്തു നിൽക്കുക. 5:30 എവിടെ പോയോ എന്തോ. ഇതുവരെ നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണുക. സ്ക്രോൾ ചെയ്ത് പോവുക. ചിലരുടെ കമൻറ്റ് കാണുമ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഫോൺ അങ്ങ് എറിഞ്ഞ് പൊട്ടിച്ചൂടെ എന്ന് ചോദിക്കാൻ തോന്നും. പക്ഷെ തിരിച്ച് നമുക്ക് ചോദിക്കാൻ എന്തിനാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്. കാരണം മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കണ്ടിട്ട് എന്ന് പറയും. എടാ തുറക്കാതിരുന്നാതിയടാ, എന്നാൽ പ്രശ്നം തീരും. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ഉള്ളിയിരുന്ന് കുറച്ച് പലഹാരമൊക്കെ വാങ്ങാൻ കയറിയപ്പോൾ 2 ഇക്കമാരാണോ ചേട്ടന്മാരാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എന്നോട് പറഞ്ഞു ജസ്റ്റ് പൈസ ഇങ്ങോട്ട് തരണം കേട്ടോ എന്ന്. ഞാൻ വിചാരിച്ചു ഞാനും ഇവരോട് വല്ലപ്പോഴും കടങ്ങാൻ വാങ്ങിയോ കർത്താവേ, എനിക്ക് ഓർമ്മയില്ലാത്തൊരു കട ഇവർക്കോ എന്നുള്ളൊരു ചിന്താഗതിയായി. ചേച്ചി എന്തിനു അല്ല, നിൻ്റെ വീഡിയോസൊക്കെ കാണൽ ഞങ്ങളാണ് ഞാൻ പറയാനാ. അല്ല ഇതപ്പോൾ അവരോട് പറയാം. ഒന്നാമത് കഴിക്കാവരുണ്ട്, എനിക്ക് ഷുഗർ കുറഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്ക് ഷുഗർ കുറഞ്ഞു. അപ്പോഴും ബാഗിലൊരു മുട്ടായി വെക്കുന്നതാ. എന്നിട്ട് അതുമില്ല, എനിക്ക് മുട്ടായി വെച്ചാലുള്ള സ്വഭാവം എന്താ വെച്ചാൽ ഏതെങ്കിലും പിള്ളേരെ കാണുമ്പോൾ അങ്ങ് എടുത്തെടുത്താളും. എന്നാൽ എനിക്ക് ഷുഗർ കുറഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു ചിന്താഗതിയൊന്നുമില്ല. മുട്ടായി, ഗുളിക, ഒരു മുടിമ കൊടുക്കുന്നത്, ഒരു ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ ഒന്നെങ്കിൽ വണ്ടിയിലുണ്ടാവും. കാറ് ചെറിയൊരു ഫാൻസി ഷോപ്പാട്ടോ. കാറിൽ ഞാൻ എന്തെങ്കിലും ഫാൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അയച്ച് വെക്കും. കാരണം കാറില്ലാതെ ഞാൻ എങ്ങോട്ടും പോകാറില്ല. അപ്പം എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ അത് ചെയ്യും. പിന്നെ മിക്കതും കാറിൽ വെക്കുക മൾട്ടി കളറാണ്. അല്ല ഏത് ഡ്രസ്സിലും നമുക്ക് ഇടാമല്ലോ. അല്ലെങ്കിൽ ഉണ്ടാവുക എൻ്റെ ബാഗില്ലാത്താണ്. അതുമല്ലേ അരുണിൻ്റെ പോക്കറ്റിൽ. ചിരിച്ച് പണിയായിപ്പോൾ. ഇപ്പം അരുണല്ല ഷാനോ സിനിമയൊക്കെ വരുന്നെങ്കിൽ ഞാൻ ഇതെടുത്ത് പോക്കറ്റിലിടാൻ കൊടുക്കും. ചിലപ്പോൾ ഇവരോട് മറന്നു പോകും. എൻ്റെ ലിപ്സ്റ്റിക്കും കൊണ്ടിട്ടായി ഒരു പോക്കറ്റിലിട്ട് നടക്കുക. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഷുഗർ കുറഞ്ഞു പോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ഓർമ്മയില്ല. അപ്പം എന്താ കഴിഞ്ഞ് എസ്റ്റീം ബസ്സിലാണ് ഞാൻ പോകുന്നത്. എന്നോട് പൈസ വാങ്ങി. ഞാൻ പറഞ്ഞില്ല എന്നോട് പൈസ വാങ്ങില്ല, പക്ഷെ അവർ പൈസ വാങ്ങി കേട്ടോ. അപ്പോൾ പൈസ മേടിച്ചപ്പം എനിക്ക് ഒരു ഡൗട്ട്. അവരെന്നെ അറിയും. എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അരുണിൻ്റെ കെയർ ഓഫിലാണ് എന്നെ അറിയാവുക എന്ന് എനിക്ക് തോന്നുന്നില്ല. ആണെങ്കിൽ അവർ പൈസ മേടിക്കേണ്ടതല്ല. പിന്നെ എസ്റ്റീമിൽ ഇതുവരെ അരുണ് പണിയെടുക്കില്ല കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് അജുവ, ഒമേഗ, AC ബ്രദേഴ്സ് എല്ലാത്തിലും പണിയെടുക്കുക. അപ്പോൾ സ്റ്റീമിൽ നിന്ന് എന്നോട് പൈസ മേടിച്ചപ്പം എനിക്കൊരു ഡൗട്ട് ഇവരെന്നെ അറിയില്ല. അപ്പം ഞാൻ അഥവാ ഷുഗർ കുറഞ്ഞ് വീണാൽ എങ്ങനെ അറിയും? അപ്പം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിടാ ഞാൻ സ്റ്റീമിലാട്ടോ ഉള്ളത്, ഷുഗർ കുറയുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയെന്തിനു ബേജാറാവുക. കാരണം അതൊരു ധൈര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് വണ്ടി പഠിക്കുന്ന സമയത്ത് കാറിൻ്റെ ബാക്കോട്ട് പോയിട്ടൊരു കല്ല് വെച്ച് തന്നെ. അതേപോലെ എങ്ങോട്ടിറങ്ങുമ്പം അവനുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമാണ്. കോഴിക്കോട് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഞാനിതുവരെ എവിടെയും ബുദ്ധിമുട്ടായിട്ടില്ല കേട്ടോ.
ചിലപ്പോൾ എനിക്ക് അനുഭവമുള്ളൊരു സംഭവമാണ്. എനിക്ക് ഷുഗർ കുറഞ്ഞിട്ട് ഓപ്പോസിറ്റ് വരുന്ന ബസ്സുകാരെടുത്ത് ചോക്ലേറ്റ് കൊടുത്തയച്ചിട്ട് അത് ഞാൻ നിൽക്കുന്ന ബസ്സിലെ ഡ്രൈവർക്ക് കൊടുത്തിട്ട് അയാളത് എനിക്ക് തന്നിട്ടുണ്ട്. വരുന്നുണ്ട് എന്ന് തോന്നുന്നു ഇല്ലേ? അപ്പം അത്രമേൽ അവന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ ആരെങ്കിലും വിളിച്ച് പറയും ഇന്ന ബസ് കൊടുത്തുവിടുക എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഷുഗർ കുറഞ്ഞാലും എനിക്ക് ടെൻഷനൊന്നുമില്ല, പിന്നെ വീണ് പോകുമെന്നുള്ളൊരു ടെൻഷൻ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാവുമല്ലോ, ഷുഗർ കുറഞ്ഞ് നിൽക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. എനിക്ക് 71, 69 ആ ഒരു റേഞ്ചിലൊക്കെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും സ്വഭാവത്തിൽ ഷുഗർ ഉണ്ടല്ലോ, എൻ്റെ ശരീരത്തിൽ ഇല്ലാതായിപ്പോയി. പക്ഷേ എൻ്റെ ഉമ്മ കുടുംബത്തിലൊക്കെ നല്ല ഷുഗറുകാരും പ്രഷറുകാരും ഒക്കെ കേട്ടോ. ഇതെവിടെ പോയി കർത്താവേ, ഈ ടെൻഷനാവുക. ഞാൻ പറഞ്ഞില്ല, ഒരു ബാത്റൂമിൽ പോകാൻ മുട്ടുന്ന ഒരു കളിയാണ്. ഇനി പെട്ടെന്ന് ഞാൻ ടെൻഷനാവും. എനിക്ക് ആരെ കണ്ടില്ലെങ്കിൽ വേഗം എന്തോ പോലെയാണ്. എൻ്റെ ഉമ്മ എന്നോട് പറയും, നീ എന്തെങ്കിലും ഞാനിപ്പം സൂയിസൈഡ് അറ്റംപ്റ്റിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്ന സമയത്ത് നീ എപ്പോഴും നിൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കണം. അവർ എല്ലാ കുട്ടികളും ജീവിച്ചതുകൊണ്ടല്ല അവർ ജീവിച്ചത്. അവർ കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെയാണ് ജീവിച്ചത്. പട്ടിണി കിടന്നു അവർക്ക് ശീലമുണ്ട്, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ശീലമുണ്ട്. അവർക്ക് നീ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തതാണ്. നീ അതെപ്പോഴും ചിന്തിക്കണം. കാരണം ചില സമയത്ത് അവർ പട്ടിണി എടുക്കലാണ്. ഞാൻ ഹോട്ടലിനല്ലേ വിചാരിച്ചു ഞങ്ങൾ 3 ആളോട് പട്ടിണി എടുക്കലുണ്ട് കേട്ടോ. വരുന്നുണ്ട് എന്നെ കാത്തുക്കടി. ഞാൻ ഇനി ആരോടാ സംസാരിച്ചെന്ന് പറഞ്ഞ് ടീച്ചർ എന്നെ വിളിച്ചു തരണേ. ചുയിങ്ങത്തുപ്പ് ഞാൻ ആരോടാടി സംസാരിച്ചേ? നല്ലോണം കിട്ടും. എൻ്റെ ക്ലാസ് മാഷ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനോടാ സംസാരിച്ചേ? ചൂയിങ്ങത്തുപ്പ് ആരോടാ സംസാരിച്ചേ? ഞാനോട് സംസാരിച്ചില്ല. സാറ് വിളിച്ചു പറഞ്ഞിക്കല്ലോ ഇനിയൊരു ചെക്കനോട് സംസാരിക്കുന്നുണ്ടെക്ക്. നീ എന്തിനാ അടുത്ത് വെച്ച ഇനി ഏത് പെൺകുട്ടീനോടായി സംസാരിച്ചേ? എനിക്കിവിടെ ക്യാമറ ഉണ്ട്. എനിക്ക് 50 ഉറുപ്പിക മറന്നു പോയത് അമ്മനോട്. മാമൻ തന്നീനോ? ക്യാൻറ്റീനിൽ നിന്ന് എന്തേലും വാങ്ങിയോ? ചെക്കന്മാർ വാങ്ങിയതിൽ നുള്ളി തിന്നോ? നന്നായിട്ട്. എടാ ഞാൻ നാളെ ക്യാൻറ്റീനിൽ വരടാ, പരിപ്പ് വടയും ഉണ്ട്. മാമൻ ഇന്ന് വാങ്ങി വെച്ച പഴംപൊരി അതോ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് മാമൻ പത്തിരിയും ഉണക്കപ്പത്തിരിയും കറിയും വാങ്ങി കൊണ്ട് തന്നെ. എനിക്ക് രാവിലെ 4 മണിക്ക് പോയിട്ടോ പഴംപൊരി വാങ്ങിക്കൊണ്ട് വെച്ചിക്ക് എൻ്റെ വാപ്പ സലീം. എന്നിട്ട് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് പറയാ. ചായക്കടി ഇമ്മ ബർഗർ വാങ്ങിക്കും. ഇമ്മ കോഴിക്കോട് കഴിഞ്ഞു. നീ എവിടെ പോയി? എവിടെ വാ? എൻ്റെ അടുത്താണ്. എൻ്റെ വാപ്പൻ്റെ ചെലവിലല്ലല്ലോ, എൻ്റെ സ്വന്തം ചെലവിലല്ലേ പോണ്. ഇങ്ങോട്ട് പാടി, ഇവിടെ പാടി. കോയനെ കൊണ്ടുപോയി. കോയനെ കൊണ്ടുപോയി. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഇവരുടെ കൂടെ ഇനി സമയം സ്പെൻഡ് ചെയ്യട്ടെ. ബൈ.